സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് കേട്ടോ. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയണത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് 3 പോയിന്റ്സ് ആണ് പറയണത്. ബാരോമീറ്റർ ഫോർ മാർക്കറ്റ്, ബെഞ്ച് മാർക്ക് ഫോർ പോർട്ട്ഫോളിയോ ആൻഡ് ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്നീ 3 കാര്യങ്ങൾക്കാണ് ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യണത്. ഒന്നാമത്തെ ബാരോമീറ്റർ ഫോർ മാർക്കറ്റ് ആണ് പറയണത്. അതൊരു മാർക്കറ്റിൻ്റെ സ്വഭാവം അറിയുന്നതിന് നമ്മൾക്ക് എന്ത് നോക്കിയാൽ മതി, ഇൻഡെക്സ് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടെന്നെങ്കിലും ഭാവിയിൽ ഡിവിഡൻഡിൽ വ്യത്യാസം അറിയണം എന്നുണ്ടെങ്കിലും അത് ഇൻഡെക്സിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. ഇൻഡെക്സ് വിൽ ഗോ അപ്പ് ഇഫ് പ്രോസ്പെക്റ്റീവ് ഡിവിഡൻസ് ഇൻ ഫ്യൂച്ചർ ആർ ബെറ്റർ ആൻഡ് വൈസ് വേഴ്സ. ഇൻഡെക്സ് എന്താണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡെക്സ് വാല്യൂ ഉയരുകയാണെങ്കിൽ എന്താണ്, ഡിവിഡൻഡ് ഫ്യൂച്ചറിൽ കൂടുതലായിരിക്കും. ഇൻഡെക്സ് വാല്യൂ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിവിഡൻഡ് കുറവായിരിക്കും. Ups and downs in the general economic condition of a country are reflected in the rise or fall of index value. അപ്പോൾ ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയും രാജ്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതും ഇൻഡെക്സിൻ്റെ ഉയർച്ച താഴ്ചകൾ നോക്കിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് മാർക്കറ്റിൻ്റെ സ്വഭാവം അറിയാനുള്ള അളവുകോൽ ബാരോമീറ്റർ ആയിട്ടാണ് ഇതിനെ പറയാം, ഇൻഡെക്സിനെ പറയാം. സെക്കൻഡ് പോയിന്റ് പറയണത് ബെഞ്ച് മാർക്ക് ഫോർ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ക്രിപ്റ്റ്സ്. ഇൻഡെക്സ് ഓൾസോ ആക്ട് ആസ് ബെഞ്ച് മാർക്ക് ഓഫ് പോർട്ട്ഫോളിയോ പെർഫോമൻസ്. എന്താണ് പോർട്ട്ഫോളിയോ പെർഫോമൻസിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ് എന്നത് പറയുന്നത് ഇൻഡെക്സ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത്. ആൻഡ് ഇൻവെസ്റ്റർ ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഹിസ് പോർട്ട്ഫോളിയോ ബൈ ചെക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് ഇൻഡെക്സ്. ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ സ്ക്രിപ്പുകളാണോ ഉള്ളത് അതിൻ്റെ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് നോക്കിയാൽ മതി, ഇൻഡെക്സ് വാല്യൂ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് വാല്യൂ അറിയാനായിട്ട് സാധിക്കും. എ വെൽ ഡൈവേഴ്സിഫൈഡ് ഇൻഡെക്സ് ഈസ് മോർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ ഇൻഡെക്സ് ആണ് എന്ത് ചെയ്യണത്, ഒരു മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. അല്ലെ മാർക്കറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് വിലയിരുത്തുന്നത് എന്താണ്, ഇൻഡെക്സ് നമ്പേഴ്സാണ്. തേർഡ് വൺ പറയണത് ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ്. ഇൻഡെക്സ് മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് ഇൻവെസ്റ്റർക്ക് തീരുമാനിക്കാം ഷെയറുകളോ വാങ്ങണോ വിൽക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇൻഡെക്സ് വാല്യൂ കൂടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കാം, എന്നാൽ ഡിവിഡൻഡ് കൂടുതൽ കിട്ടും. ഇൻഡെക്സ് വാല്യൂ കുറയുമ്പോൾ എന്താണ്, കയ്യിലുള്ളത് വിറ്റഴിക്കാൻ നോക്കും, എന്താണ് അധികം നാൾ വെച്ചിരുന്നത് ശരിയാവില്ല, ഡിവിഡൻഡ് കിട്ടുന്നത് കുറയും. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ആണ് ഇതിനുള്ളത്, ഇൻഡെക്സ് നമ്പേഴ്സിന് ഉള്ളത്. അടുത്ത ഷെയർ ഇൻഡീസസ് എന്താണെന്നാണ് പറയണത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് രണ്ടെണ്ണമാണ്, BSE ഉണ്ട്, NSE ഉണ്ട്. BSEയുടെ സെൻസെക്സും NSEയുടെ നിഫ്റ്റിയുമാണ് പറയണത്. അപ്പം നിഫ്റ്റി എന്താണെന്നാണ് പറയണത് കേട്ടോ. S&P CNX നിഫ്റ്റി. CNX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസിൽ NSE ഇൻഡീസസ് ആണ്. ക്രിസിൽ എന്നറിയാം നമ്മൾക്ക് എന്താണെന്നുള്ളത്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. CNX ensures common branding of indices to reflect the identities of both the promoters, that is NSE and CRISIL. ഇതാണ് CNX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിങ് ഇൻഡീസസ്. പ്രൊഡക്റ്റുകൾക്ക് ബ്രാൻഡ് നെയിമില്ല, അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പറുള്ള ബ്രാൻഡ് നെയിമാണ് CNX എന്ന് പറയുന്നത്. NSEയും CRISIലും രണ്ടും കൂടി കൂടിച്ചേർന്നുള്ളൊരു ബ്രാൻഡ് നെയിമാണ് CNX എന്ന് പറയുന്നത്. C stands for CRISIL, N stands for NSE and X stands for Exchange of Index. അങ്ങനെയാണ് CNX നിഫ്റ്റി എന്ന് പറയണത് കേട്ടോ. C CRISIL, N NSE, X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓർ ഇൻഡെക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ S&P പ്രിഫിക്സ് ബിലോങ് ടു ദ US ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സർവീസസ്. S&P എന്ന് പറയണത് CNXൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള S&P എന്ന് പറയണത് US ബേസ് ആയിട്ടുള്ള, അമേരിക്ക ബേസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ സർവീസാണ്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിനെയാണ് S&P എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സെൻസെക്സ് എന്താണെന്നാണ് പറയണത്. സെൻസെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ വെയ്റ്റഡ് ഇൻഡെക്സ്. ഇൻഡെക്സിനെ എന്ത് ചെയ്യണത്, വെയ്റ്റ് വെച്ചിട്ട് വാല്യൂ ചെയ്യുന്നത്. കമ്പോസ്ഡ് ഓഫ് 30 സ്റ്റോക്സ് റെപ്രസെൻറ്റിംഗ് വേരിയസ് സെക്ടേഴ്സ്. എന്താണ് 30 സ്റ്റോക്സ് ആണ് ഉണ്ടാവുന്നത് പല സ്ഥലത്തു നിന്നുള്ളത്. ആവറേജ് ഷെയർസ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ലൈക്ക് IT, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. ദീസ് കമ്പനീസ് അക്കൗണ്ട്സ് ഫോർ 1/5 ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇവരുടെ കമ്പനീസ് അക്കൗണ്ട്സ് 1/5 ആണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1/5 ആണ് ഓരോ കമ്പനീസിലെ അക്കൗണ്ടിൽ വരുന്നത്.
അതായത് ഓരോരുത്തരുടെ ഷെയറിൻ്റെ വാല്യൂ വരുന്നത്. ബേസ് വാല്യൂ സെൻസെക്സ് ഈസ് 100, ബേസ് ഇയർ 1978 to 79. അതായത് സെൻസെക്സിൻ്റെ വാല്യൂ ബേസ് വാല്യൂ 100ഉം ഇയർ 1978-79 അവരെന്തായിട്ട് എടുത്തേക്കുന്നത് അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് സെൻസസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ഫ്രം 100 points to 17,000 കറൻറ്റ് റേഞ്ച് പ്രൈമർലി ഡ്യൂ ടു ഗ്രോത്ത് ഓഫ് ഇന്ത്യ. അതായത് സെൻസെക്സിൻ്റെ യാത്ര 100 points നിന്ന് 17,000 points വരെ ആയി. അത്രയും ഉയരത്തിലാണ് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ അത്രയും വേഗത്തിൽ എന്ത് ചെയ്യേണ്ടത്, സെൻസെക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻസെക്സ് പ്ലസ് ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് പ്ലസ് ഇൻഡെക്സ് കേട്ടോ. സെൻസസ് എന്താ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചേഞ്ചസ് വരുന്നത്. ഇത് രണ്ടുമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്, CNS നിഫ്റ്റിയും സെൻസെക്സും TSE സെൻസസും. പല ഷെയർ ഇൻഡീസസ് ഉണ്ടെങ്കിലും ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. S&P CNS നിഫ്റ്റിയും NSE 50 എന്നാണ് പറയണതിന് BSE സെൻസെക്സും. NSE 50 എന്ന് പറയാൻ കാരണം 50 സ്ക്രിപ്റ്റ്സ് ആണ് അതിൽ വരുന്നത്. സെൻസെക്സിലാണ് 30 സ്ക്രിപ്റ്റ്സ് ആണ് വരുന്നത്. സെൻസസ് ഓഫ് ദ മേക്കിംഗ് സെൻസ് ഓഫ് ദി സെൻസെക്സ്. Sensex is the popular name for the Bombay Stock Exchange Sensitive Index. എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്നതാണ്, കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സിൻ്റെ പേരാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് കറൻ്റ്ലി ഇൻ യൂസ്. സെൻസെക്സ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. The base value is 100 on April 1st, 1979. Census consists of only 30 representative stocks. These 30 are the most active and representative stocks selected from over 6,300 scripts that are listed on the BSE. അപ്പം എന്താണ് 30 സ്റ്റോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ആ 30 സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. 6,300 സ്ക്രിപ്പുകളുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ 30 സ്ക്രിപ്പുകൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികളുടെ സ്ക്രിപ്പാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത്. The total market capitalization of these 30 stocks account for more than 38% of the aggregate market capitalization of all BSE stocks. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയണതാണ്. അഗ്രിഗേറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണ് വരുന്നത്, 38% എന്തിന് വരുന്നതാണ്, 30 സ്റ്റോക്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് ആയിട്ടാണ് വരുന്നത്. The Sensex composition is modified by the BSE authorities at irregular intervals to keep it in tune with the latest realities of the market. എപ്പോഴും എന്താണ് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇറഗുലർ ഇൻ്റർവെൽസ് ആണ്, അത് കൃത്യമായിട്ട് ഇൻ്റർവെൽസിൽ എപ്പോൾ വേണമെങ്കിലും എന്താണ് അതിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൽ സെൻസസ് കോമ്പോസിഷനിൽ കേട്ടോ BSEയുടെ അധികാരികൾക്ക് അതിന് അധികാരമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്താണ് അതിൻ്റെ സെൻസസിൻ്റെ കോമ്പോസിഷനിൽ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. കോമ്പോസിഷൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്പിൻ്റെ എണ്ണം 30 തന്നെയായിരിക്കും. ആ 30 സ്ക്രിപ്പിൽ വരേണ്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, ഓരോ കമ്പനികളും പല സമയങ്ങളിൽ പ്രോഫിറ്റ് കൂടാം, ചില സമയങ്ങളിൽ പ്രോഫിറ്റ് കുറയാം. അപ്പോൾ അതിനനുസരിച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ കമ്പനികളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ കമ്പനികളുടെ പേരിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റും റിവേഴ്സ് സ്പ്ലിറ്റും എന്താണെന്നാണ് പറയണത്. ആദ്യം സ്റ്റോക്ക് സ്പ്ലിറ്റാണ് പറയണത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർ വാല്യൂ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഷെയറിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. പാർ വാല്യൂ റെഡ്യൂസ് ചെയ്യും, നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 100 റുപ്പീസുള്ള ഷെയറാണ്, അത് നമ്മൾ എന്ത് ചെയ്യാം, 10 ഷെയർ 10 രൂപയുള്ളതായിട്ട് മാറ്റാം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, പാർ വാല്യൂ കുറയ്ക്കുന്നത്. ഒരു ഷെയറിന് 100 റുപ്പീസ് എന്നുള്ളത് എന്താക്കി, നമ്മൾ 10 ഷെയറിന് 10 രൂപ എന്നാക്കി. അതിൻ്റെ ടോട്ടൽ എമൗണ്ടിന് ചേഞ്ച് വരില്ല, പാർ വാല്യൂ റെഡ്യൂസ് ചെയ്ത് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. എ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓർ സ്റ്റോക്ക് ഡിവൈഡ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്തിനാണ് സഹായിക്കുന്നത്, കമ്പനിയുടെ ഷെയറിൻ്റെ എണ്ണം കൂട്ടും, വാല്യൂ അല്ല കൂട്ടുന്നത്, എണ്ണം കൂട്ടുകയാണ് ചെയ്യണത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് വിൽ ഹെൽപ്പ് കമ്പനീസ് ടു ഇംപ്രൂവ് ദ ലിക്വിഡിറ്റി ഓഫ് ദർ ഷെയർസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. എന്താണ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നത്, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഷെയർ 100 രൂപ എന്ന് പറയുമ്പോൾ മേടിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണെങ്കിൽ എന്താണ് വാങ്ങാനായിട്ട് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഷെയറിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ എന്ത് സഹായിക്കുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ് സഹായിക്കുന്നുണ്ട്.
ഇനി അടുത്ത റിവേഴ്സ് സ്പ്ലിറ്റ് എന്താണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് ഹാസ് ഡൺ സബ് ഡിവിഷൻ ഓഫ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അറ്റ് എ റേഷ്യോ ഓഫ് 1:10. 1 share of ₹100 face value into 10 share of ₹1 each in September 2010. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയത് 1:10 എന്നാണ് കേട്ടോ. ഒരു ഷെയറിന് 10 രൂപയായിരുന്നത് എന്തായിരുന്നു, 10 ഷെയറിന് 1 രൂപയാക്കി മാറ്റി. അതായത് ഒരു ഷെയറിന് 1 രൂപ വെച്ചിട്ട് 10 ഷെയറാക്കി മാറ്റി. അപ്പോൾ അതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് അവതരിപ്പിച്ചത് സെപ്റ്റംബർ 2010. ഇനി റിവേഴ്സ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യണത്, റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഷെയർസ് ബൈ ഇൻക്രീസിങ് ദ പാർ വാല്യൂ ഓഫ് ഷെയർസ്. എന്താണ്, ഷെയറിൻ്റെ വാല്യൂ കുറയ്ക്കും, പാർ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇവിടെ നേരെ പറഞ്ഞു, ആദ്യം പറഞ്ഞില്ല നമ്മൾ 100 രൂപ വിലയുള്ള ഷെയറിന് നമ്മൾ എന്താക്കി 10 ഷെയറാക്കി മാറ്റും, 10 രൂപയുടെ 10 ഷെയറാക്കി മാറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 10 രൂപയുടെ 10 ഷെയർ ഉള്ളതിനെ എന്താക്കി മാറ്റും, ഒരു ഷെയറിന് 100 ആക്കാം, അല്ലെങ്കിൽ 2 ഷെയറിന് 50 ആക്കാം. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ റിവേഴ്സ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യണം, നമ്മൾ റെഡ്യൂസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, പാർ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഷെയറിൻ്റെ എണ്ണം കുറയ്ക്കും. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാർ വാല്യൂ കുറച്ചിട്ട് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നതാണ് കേട്ടോ. സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവറായിട്ട് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ പ്രൈസ് ഇൻഡെക്സിലൊക്കെ ഫ്ലക്ച്വേഷൻ വരണ്ടാന്ന് ചെക്ക് ചെയ്യണതാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ ഇതാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാവില്ല, എന്തിനു വേണ്ടിയിട്ടാണ്, വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സസീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. It is a control system introduced by SEBI to be effected when there is a great volatility in trading. എന്താണ്, വളരെ പെട്ടെന്ന് വോളറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓവറായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഓവറായിട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം രീതിയിൽ എന്ത് ചെയ്യുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സെബി അധികാരപ്പെടുത്തിയിട്ടുള്ളതാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. It is the band of upper and lower limits within which a benchmark market index can fluctuate on a particular day. These are regulatory mechanisms put in place in stock markets to temporarily halt trading on an exchange to curb panic selling. അപ്പോൾ അതിനൊരു അപ്പർ പ്രൈസ് ഉണ്ടായിരിക്കും, ലോവർ പ്രൈസും തീരുമാനിക്കും. ആ ബാൻഡിനുള്ളിൽ മാത്രമേ എന്താ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ബാൻഡാണ് കേട്ടോ പറഞ്ഞത്. പിറ്റേ ദിവസം എന്താണ്, അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ആ ബാൻഡ് പ്രൈസിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, വളരെ ഒരു പെട്ടെന്നൊരു പാനിക് സെല്ലിങ്, അതായത് ഓവറായിട്ട് വില കൂടുമ്പോഴെന്താണ് അവരുടെ കയ്യിലുള്ള ഷെയറൊക്കെ വിറ്റഴിക്കും. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് സഹായിക്കാറുണ്ട്. ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സിന് 3 സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, BSEയും NSEയും കൂടെ. 10%, 15%, 20%. 10% ആണെങ്കിൽ ടൈം 1 PM ബിഫോർ ആണെങ്കിൽ 45 മിനിറ്റാണ് അവർ കയ്യിൽ വയ്ക്കാം. അതിനുശേഷം എന്താണ് 15 മിനിറ്റിന് ശേഷം വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ അത് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അറ്റ് ഓർ ആഫ്റ്റർ 1 PM അപ് ടു 2:30 PM, അതായത് 1 PM 2:30 PM 15 മിനിറ്റ് നേരം മാർക്കറ്റിൽ ഹോൾട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റിൽ അവർക്ക് സെയിൽ നടത്താനുള്ള ഓപ്ഷനാണ്. അറ്റ് ഓർ ആഫ്റ്റർ 2:30 PM 2:30 PM ശേഷമാണെങ്കിൽ അവർക്കൊന്ന് കയ്യിൽ വയ്ക്കാനോ പറ്റില്ല, വിൽപ്പന നടത്താനായിട്ട് സാധിക്കില്ല. 10% ആണതിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ. ഇനി 15% ആണ് വരുന്നതെങ്കിൽ ബിഫോർ 1 PM 1 hour 45 minutes ഹോൾട്ട് ചെയ്യാം. 15 minutes അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ ഓപ്പൺ കോൾ ഓപ്ഷൻ സെഷൻ നടത്താനായിട്ട് സാധിക്കും. ഇനി 1 PM to 2 PM അതിനുള്ളിലാണെങ്കിൽ 45 minutes ആണ് മാർക്കറ്റിൽ അവർക്ക് ഹോൾട്ട് ചെയ്യാനുള്ള ഡ്യൂറേഷൻ പറയണത്. പിന്നെ 15 minutes വേണം പ്രീ ഓപ്പൺ അവർക്ക് കോൾ ഓപ്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഇനി 2 PM ശേഷമാണെങ്കിൽ എന്താണ്, റിമൈൻഡർ ഓഫ് ദ ഡേ നോട്ട് മാർക്കറ്റ് ഹോൾഡ് ഡ്യൂറേഷൻ റിമൈൻഡർ ഉണ്ടായിരിക്കും, അത്രയും നേരം വരെ വയ്ക്കാൻ പറ്റുള്ളൂ. പ്രീ ഓപ്പൺ ഓപ്ഷൻ അവർക്ക് അവൈലബിൾ അല്ല. ഈ 20% ആണ് ഇങ്ങനെ വരുന്നതെങ്കിൽ
എനി ടൈം ഡ്യൂറിങ് മാർക്കറ്റ് ഹവേഴ്സിൽ മാത്രം എത്ര 10 to 3 ആയിരിക്കാം. അവർ പറഞ്ഞിട്ടുണ്ടാക്കിയ ടൈം അതിനുള്ളിൽ മാത്രമേ പറ്റുള്ളൂ. റിമൈൻഡർ ഓഫ് ദ ഡേ അവർ അതൊന്നും അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രീ ഓപ്പൺ കോളും അതിലേക്ക് അനുവദിക്കുന്നതല്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് പറഞ്ഞ് പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണെന്ന് പറഞ്ഞ് സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ വന്ന മാറ്റങ്ങൾ എത്ര പെർസെൻറ്റേജസ് ഇൻക്രീസ് ചെയ്യണത് അതിനനുസരിച്ച് ഷെയറിൻ്റെ എങ്ങനെയാണ് നമ്മളത് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യണത്, പ്രീ ഓപ്ഷൻ കോള് ഡ്യൂറേഷനൊക്കെ എത്രയാണെന്നുള്ളതാണ് പറയണത് കേട്ടോ. താങ്ക് യു.